Here is a tip that will help you to choose the right neighborhood when you buy the house. Prioritize your requirements and quantify it if possible. എന്തുകൊണ്ടാണ് നമ്മുടെ റിക്വയർമെന്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നത്? ഞാൻ ഉദാഹരണം പറയാം. ഒരു ക്ലയന്റ് ഒരു വീട് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവർക്ക് 2 റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് അവരുടെ കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ്, മറ്റൊന്ന് അവർ പറയാണ് ഞങ്ങളുടെ വീട് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അല്ലെങ്കിൽ ഏരിയയിലായിരിക്കണം വീട് വേണ്ടത്. അപ്പോൾ നമ്മൾ നെയ്ബർഹുഡ് 1 പിക്ക് ചെയ്തു, നെയ്ബർഹുഡ് 2 പിക്ക് ചെയ്തു. നെയ്ബർഹുഡ് 1 എന്ന് പറയുന്നത് കൂടുതൽ കമ്മ്യൂട്ടബിൾ ആണ്, പക്ഷേ അത്രത്തോളം അപ്രിസിയേഷൻ വരുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. പക്ഷേ നെയ്ബർഹുഡ് 2 എന്ന് പറയുന്നത് കുറച്ചുകൂടി കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ് കൂടുതലുണ്ട്, പക്ഷേ കൂടുതൽ അപ്രിസിയേഷൻ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഏത് കമ്മ്യൂണിറ്റിയിലാണ് നമുക്ക് വീട് വാങ്ങിക്കേണ്ടതെന്ന്. പറഞ്ഞു വന്നത്, നമ്മളൊരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കുറേ അധികം റിക്വയർമെന്റ്സ് ഉണ്ടാകാം. പക്ഷേ എല്ലാ റിക്വയർമെന്റ്സും ഒത്തുവരുന്ന ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് കിട്ടാവുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ സെർച്ച് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മസ്റ്റ് ഹാവ് റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന് പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നെയ്ബർഹുഡ്സ് ചൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട നെയ്ബർഹുഡ്സിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് ചുരുങ്ങാൻ സാധിക്കും. ഇനി എന്താണ് ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നെയ്ബർഹുഡ് 2 ചൂസ് ചെയ്തു. ഈ ഉദാഹരണത്തിൽ നമ്മൾ നെയ്ബർഹുഡ് 2 ചൂസ് ചെയ്തു, കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ് ഓക്കെ ആണെന്ന്. ഇനി എത്രത്തോളം കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് 30 മിനിറ്റ്സ് ആണോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ആണോ, ബൈ കാർ കമ്മ്യൂട്ട് ചെയ്യുന്ന ദൂരമാണോ പറഞ്ഞത്, അതോ ബൈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണോ, ഇനി പീക്ക് ടൈമിലെ ഡ്രൈവിംഗ് ആണോ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് കമ്മ്യൂണിറ്റിയിൽ വീട് വാങ്ങിക്കണം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 30 മിനിറ്റ്സിലുള്ള ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റികൾ കിട്ടും. നമ്മൾ 45 മിനിറ്റ്സിലേക്കുള്ള നെയ്ബർഹുഡിലേക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഏറെ കമ്മ്യൂണിറ്റികൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ക്വാണ്ടിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേണ്ട കാര്യം, പ്രയോറിറ്റൈസ് ചെയ്ത കാര്യം കൃത്യമായിട്ട് കൂടുതൽ വിശദമായിട്ട് അനലൈസ് ചെയ്യുന്ന രീതിക്കാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ടു സമ്മറൈസ്, the key is not to find the perfect neighborhood matching all your requirements equally, but finding the right balance of your specific requirements in the order of your priority and the budget. If you want to know more, check out the full video on our YouTube channel. Link is in the description.